അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഓട്ടോക്യാഡ് ഡെസ്കിൻ്റെ ഇൻ്റർഫേസ് നോക്കാം. വ്യൂ എന്നുള്ള കമാൻഡ് നമുക്കിവിടെ കാണാൻ കഴിയും. വ്യൂ ക്ലിക്ക് ചെയ്യുക. ഇതാണ് UCS ഐക്കൺ. അത് നമുക്ക് ഇവിടെ താഴത്തെ പോർഷൻ ലെഫ്റ്റ് കോർണറിലും കാണാൻ പറ്റും. XYZ കോർഡിനേറ്റ് ഉണ്ട്. 3 ഡയമെൻഷൻ ആണെങ്കിൽ 2 ഡയമെൻഷൻ വ്യൂ ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എക്സും വൈയും കോർഡിനേറ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ ഐക്കണാണ് UCS ഐക്കൺ. യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പം ഇത് വ്യൂവിനകത്തുനിന്ന് ഇതിപ്പോൾ ഓൺ ആയിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് കാണുന്നത്. ഓഫ് ആവുകയാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് ഓഫ് ആയിക്കോളും. ഇത് നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പം അത് ഓണായി വരും. അതുപോലെ തന്നെയാണ് വ്യൂ ക്യൂബ്. ഇവിടെയാണ് വ്യൂ ക്യൂബ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓണും ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നാവിഗേഷൻ ബാർ. ഇതാണ് നാവിഗേഷൻ ബാർ. നാവിഗേഷൻ ബാർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വ്യൂസിനെ കൺട്രോൾ ചെയ്യാൻ, നമ്മൾ കാണുന്ന നമ്മുടെ ഡ്രോയിങ് ഏരിയ എന്ന് അതിൻ്റെ വ്യൂവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാവിഗേഷൻ ബാർ. അത് ക്ലിക്ക് ചെയ്ത് ഓഫായിപ്പോൾ അടുത്തൊരു ക്ലിക്ക് കൂടെ കൊടുക്കുമ്പോൾ ഓണാവും. ഈ വ്യൂ കൺട്രോൾ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാൽ സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, ഓർബിറ്റ് ചെയ്യാം, പാൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഫയൽ ടാബ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓണും ഓഫും ചെയ്യാം. ഇതാണ് ഫയൽ ടാബ്. ഞാൻ പുതിയൊരു ടാബ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി, പുതിയ പേജ് എനിക്ക് വരും. നെക്സ്റ്റ് പുതിയ എടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലോസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ക്ലോസ് ആയി പോകുന്നതായിരിക്കും. അപ്പം ഈ ഫയൽ ടാബ്സ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺ ആയി കൊടുത്താൽ മാത്രമേ നമുക്ക് ഫയൽ ടാബ്സ് കാണാൻ പറ്റത്തുള്ളൂ. ഇത് ക്ലിക്ക് ചെയ്താൽ അത് ഓഫായി പോകും. വീണ്ടും അത് ക്ലിക്ക് ചെയ്താൽ ഫയൽ ടാബ്സ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ ലേഔട്ട് ടാബാണ്. അതായത് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൻ്റെ ലേഔട്ട്സ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മോഡൽ എന്നുള്ള കണ്ടീഷനാണ് നമുക്കിവിടെ ജനറലായിട്ട് കിടക്കുന്നത്. നെക്സ്റ്റ് ലേഔട്ട് 1 എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, ലേഔട്ട് 2 എന്ന് പറഞ്ഞ പോർഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം മോഡൽ എന്നുള്ള പോർഷനിലേക്ക് പോയി. ഇനി ഈ ടാബ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലേഔട്ട് ടാബ് ഓൺ ആയതുകൊണ്ടാണ് കാണുന്നത്. ഇത് ഓഫാക്കി കൊടുത്താൽ ഓഫായിപ്പോൾ വീണ്ടും ഇത് ക്ലിക്ക് ചെയ്താൽ വരും. അപ്പം വ്യൂവിലാണ് നമുക്ക് ഓരോ ഐക്കൺസും ഓണും ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് കമാൻഡ് ബാറാണല്ലോ. നേരത്തെ നമ്മൾ നോക്കിയിരുന്നു. ഇതിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും അതിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇനി കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻസ് എടുക്കേണ്ടി വരുന്നത്. അപ്പം ലൈൻ എന്നൊരു കമാൻഡ് ഞാൻ കൊടുക്കുകയാണ്. ലൈൻ ഇപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കഴ്സർ നമുക്കത് അതിനകത്ത് കാണാൻ പറ്റും. അപ്പം ലൈൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വെച്ച് എന്തൊക്കെ കമാൻഡുകളുണ്ടോ അതെല്ലാം വന്നു കഴിയും. അപ്പം ലൈൻ എന്ന് ഫുള്ള് നമുക്ക് ടൈപ്പ് ചെയ്യണ്ട, അല്ലെങ്കിൽ കമാൻഡ് എൻ്റർ എന്നൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട. എന്ന് വരുമ്പോൾ തന്നെ നമുക്കതിനെ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്കിപ്പം വേറൊരു ഓപ്ഷൻ എടുക്കുകയാണ്. സർക്കിൾ എന്ന് പറയുമ്പോൾ C എന്നതാണ് സർക്കിൾ. അപ്പം C എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സർക്കിൾ കാണിക്കും. ഇനി അല്ലാതെ തന്നെ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ടാണ് കഴ്സർ കണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്. ഇല്ലാതെ നമ്മൾ ഡ്രോയിങ് ഏരിയയിൽ കഴ്സർ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ എല്ലാം ടൈപ്പ് ചെയ്താൽ അപ്പോഴാണെങ്കിലും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഓപ്ഷൻ നേരിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കഴ്സർ ഇവിടെ വരാൻ വേണ്ടി ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല. ഡ്രോയിങ് ഏരിയയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കമാൻഡ് ചെയ്ത് എൻ്റർ അടിക്കാൻ ഓരോ ഓപ്ഷൻസിനും ഓരോ കമാൻഡിങ് ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, ഓരോ ലെറ്റർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ ആ ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. നെക്സ്റ്റ് വണ്ണെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ബാറാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ. റൈറ്റ് ബോട്ടം കോർണറിലാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ കാണുന്നത്. ഈ സ്റ്റാറ്റസ് ബാർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡ്രോയിങ് ഏരിയയെ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റസ് ബാർ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റാറ്റസ് ബാറിനകത്ത് ഓരോ ടോഗിൾ ബട്ടൺസാണ് ഇതിനകത്തുള്ളത്. ഇത് ഓൺ ചെയ്യുന്നതനുസരിച്ച് അത് ഓണായി വരും, ഓഫ് ചെയ്യുന്നതനുസരിച്ച് അത് ഓഫായി പോകും. അപ്പോൾ ഇതിപ്പം ഗ്രിഡ് എന്നുള്ളൊരു ഏരിയയാണ് ഞാനിപ്പം ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. അത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഗ്രിഡ് പോർഷൻ ഓണായിട്ട് വരും. അതുപോലെ ഓരോ ഓപ്ഷൻസും നമുക്ക് ഓണും ഓഫും ചെയ്യാവുന്നതാണ്. ഡാർക്കായിട്ട് കാണുമ്പോഴത്തേക്ക് അത് ഓണാവും, പിന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓഫ് കണ്ടീഷനിലാവും.
ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഇവിടെ കാണുന്നില്ല, നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോർണറിൽ കസ്റ്റമൈസേഷൻ എന്നൊരു ബട്ടൺ ഉണ്ട്. കസ്റ്റമൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഡൈനാമിക് ഇൻപുട്ട് എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൈനാമിക് ഇൻപുട്ട് ഇവിടെ ആഡാവും. അത് പോകണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡൈനാമിക് ഇൻപുട്ട് പോകും. ക്ലിക്ക് ചെയ്ത ഡൈനാമിക് ഇൻപുട്ട് ഇതിലൂടെ കാണാം. ഞാൻ തിരിച്ച് ഒന്നുകൊണ്ട് അതിനെ ടിക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 3D ഒബ്ജക്റ്റ് സ്നാപ്പ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ 3D ഒബ്ജക്റ്റ് സ്നാപ്പ് വരുന്നതായിരിക്കും. അവിടെ അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് പോകുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും ഓൺ ഓഫും, ലൈൻ ടൈപ്പ് വേണമെങ്കിൽ ഓൺ ഓഫും എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്കിവിടെ സ്റ്റാറ്റസ് ബാറിനകത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷനിൽ പോയിട്ട് നമുക്കത് ടിക്ക് ചെയ്ത് എടുത്തു കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോക്യാഡിനകത്ത് സെർച്ച് എവിടെ വരുമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഓട്ടോക്യാഡിലെ സെർച്ച് ടൂൾ ബാറിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ മെനു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഇതിനെയാണ് ആപ്ലിക്കേഷൻ മെനു എന്ന് പറയുന്നത്. അവിടെ വരുമ്പം കഴ്സർ കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു സെർച്ച് ബട്ടണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ലൈനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓപ്ഷൻസും അവിടെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നേരിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അവിടെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള ഡെമോയും, അതായത് അതിൻ്റെ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ബോക്സും അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ക്ലിക്ക് ചെയ്തെടുത്ത് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ലൈൻ കമാൻഡിൻ്റെ എക്സ്ട്രാ ഓപ്ഷൻസ് ഫുള്ള് നമുക്കിവിടെ കിട്ടുന്നതാണ്. പിന്നെ വരാവുന്നത് അത് എവിടെയാണ് ലൈ ചെയ്യുന്നതെന്നുള്ളത്, അതായത് ഈ ലൈനിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റിബൺ ടാബിൽ, ഇതാണെങ്കിൽ നമ്മുടെ റിബൺ ഏരിയ എന്ന് പറയുന്നത്, റിബൺ ടാബിൽ ഹോമിൽ ഡ്രോ ലൈൻ എന്ന് പറയാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിബൺ ടാബാണിത്. അതിനകത്ത് ഹോം, അതിനകത്ത് ഡ്രോ, അതിനകത്ത് ലൈൻ, ഇങ്ങനെയാണ് അത് ലൈ ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സ് കിട്ടിയല്ലോ. വീണ്ടും നമ്മൾ സെർച്ചിൽ പോവുക. നമുക്ക് വേറൊരു ഓപ്ഷൻ കൊടുക്കാം, സർക്കിൾ എന്ന് കൊടുക്കാം. സർക്കിൾ എന്നെടുത്തു. അതിനകത്ത് സർക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും വരും. സർക്കിൾ പല രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് വേണ്ടുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഡ്രോ ചെയ്യുന്ന ഒരു ഹെൽപ്പ് അതിനകത്ത് കാണുന്നതാണ്. അതുപോലെ തന്നെ അതെവിടെയാണോ ലൈ ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ റിബൺ ടാബിലെ ഹോം, ഡ്രോ, സർക്കിൾ ലേഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം. റിബൺ ടാബ്, ഹോം എടുത്തു, ഡ്രോയ, സർക്കിളിൻ്റെ അവിടെ താഴേക്ക് നോക്കുമ്പോൾ പല ടൈപ്പിലുണ്ട്. 2 പോയിൻ്റ്, 3 പോയിൻ്റ്, സെൻറ്റർ, റേഡിയസ്, അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.